RCB ക്യാപ്റ്റൻ രജിത് പട്ടിദാർ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തേക്കാൾ കൂടുതൽ ആരാധകരുടെ ആവേശം ആണ് കേൾക്കുന്നത്. പക്ഷേ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ദുരന്തം പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് കളിക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിഞ്ഞാലെങ്കിലും അതിൽ കൃത്യമായൊരു ഇടപെടൽ വേണ്ടേ എന്നുള്ളതാണ്. മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പ്രാഥമികമായ കണക്കാണ്. ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ ആളുകളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ പോലും പ്രയാസപ്പെടുകയാണ് പുറത്തേക്ക്. ജയേഷ്, ഇപ്പം മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇപ്പോഴും ആഘോഷം നിർത്തിയിട്ടില്ല. ഓരോ ടീമംഗങ്ങളായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അറിഞ്ഞു കാണില്ലേ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച്? മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടേതായിട്ട് തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, തിരക്ക് ഇത്തരത്തിൽ വർദ്ധിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല, ഞങ്ങൾക്കൊരുങ്ങാൻ വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ RCB ചാമ്പ്യന്മാരായത്. ഉച്ചയ്ക്ക് തന്നെ അവർ ഇവിടെ എത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതികരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഉറപ്പായിട്ടും അവിടെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ RCB ഫാൻസ് ഒത്തുചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഔദ്യോഗികമായി ഒരു വിക്ടറി പരേഡ് വെച്ചില്ലെങ്കിൽ പോലും ഇന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ചുറ്റും എന്തായാലും 10,000-കണക്കിന് വരുന്ന ആരാധകർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിൽ വേണ്ടത്ര ഒരു സുരക്ഷാ കരുതൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ സ്റ്റേഡിയം സംബന്ധിച്ച് വലിയ ഒരു ദുരന്തങ്ങളിലൊന്ന് ഇപ്പോൾ ബംഗളൂരുവിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 11 മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അതിൽ തന്നെ 6 വയസ്സുകാരിയായ ഒരു കുട്ടിയുമുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. 50-ന് മുകളിൽ ആരാധകർക്ക് പരിക്കേറ്റു. അതിൽ തന്നെ 14 പേർ വളരെ ഗുരുതരമായ പരിക്കോടുകൂടി ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും വലിയ ഒരു ദുരന്തം തന്നെയാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടം ചൂടിയെത്തിയ RCB ടീമിന് ഉണ്ടായിരിക്കുന്നത്, ആരാധകർക്ക് ഉണ്ടായിരിക്കുന്നത്. ആര്യ, അതെ, DK ശിവകുമാറിന്റെ പ്രസ്താവന 5000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ വരുന്ന യുവാക്കൾക്ക് നേരെ ലാത്തി പ്രയോഗിക്കാൻ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ന്യായീകരണം ആണ് ഇപ്പോൾ DK ശിവകുമാറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അദ്ദേഹം മാപ്പ് ചോദിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നു. അല്പസമയം മുൻപാണ് വിരാട് കോഹ്ലി സംസാരിച്ചത് സ്റ്റേഡിയത്തിൽ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ രീതിയിലാണ്: അധിക സമയമില്ല എനിക്ക് സംസാരിക്കാൻ, ഈ ക്യാപ്റ്റൻ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് അവസാനിപ്പിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും RCB ആരാധകർക്ക് ഈ കപ്പ് കാണിക്കണം. അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻ എന്താണോ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ്. ഈ സാൽ കപ്പ് നംദേ എന്നിൽ നിന്ന് ഈ സാൽ കപ്പ് നമ്മുടെ ആയി മാറി എന്നുള്ളത് ആവർത്തിക്കുന്നു. നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്നാണ് ഇത് നേടിയത്. 18 വർഷം ഇതിനുവേണ്ടി കാത്തിരുന്ന ഓരോരുത്തർക്കും നന്ദി എന്ന് പറഞ്ഞാണ് വിരാട് കോഹ്ലി വാക്കുകൾ അവസാനിപ്പിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഈ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇനി വിക്ടറി പരേഡുമായി മുന്നോട്ട് പോകും, നിർത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജയേഷ്. അതെ, നമ്മുടെ ബാംഗ്ലൂർ റിപ്പോർട്ടർ KB ശ്രീധരൻ പറയുന്നത് പ്രകാരം സ്റ്റേഡിയത്തിൽ ഇപ്പോഴും വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗം അടക്കമുള്ളവ നടക്കുന്നുണ്ട്. പുറത്ത് ആ സ്റ്റേഡിയത്തിൻ്റെ തന്നെ 3-ാം നമ്പർ ഗേറ്റിൽ 11 പേർ മരിച്ചു വീണിട്ടും ആ സ്റ്റേഡിയത്തിൽ ഇപ്പോഴും കരിമരുന്ന് പ്രയോഗവും വെടിക്കെട്ടും എല്ലാം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി അടക്കം സമ്മതിക്കുന്നു അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഉപമുഖ്യമന്ത്രി പറയുന്നു അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികളുമായി സംഘാടകരും ഒപ്പം തന്നെ സർക്കാരും മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ നാണക്കേടും ഞെട്ടലും ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം 11 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ വിവരം അല്ലെങ്കിൽ പോലും 7 പേർ തൊട്ടു സമീപത്തുള്ള ആശുപത്രിയിൽ തന്നെ മരിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. 50-ലേറെ പേർ വലിയ പരിക്കോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ വിജയാഘോഷം നടക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്ന വിവരം തന്നെയാണ്. ശരി, ഇപ്പോൾ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കുമെന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ആഘോഷങ്ങൾ? കാരണം തുറന്ന ബസ്സിൽ ഷോ ഉണ്ടാകുമെന്ന് നേരത്തെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. അതുമായി എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ആദ്യം ഈ
ബസ്സിൽ തുറന്ന ബസ്സിൽ താരങ്ങളെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാനായിരുന്നു ആലോചന. ഇങ്ങനൊരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചു. ഇതിലിപ്പോൾ എന്താണ് ഈ കുട്ടികളെ ഒന്നും ഈ ആഘോഷ പരിപാടിയിലേക്ക് കൊണ്ടുവരരുത്, ഈ വിക്ടറി പരേഡിലേക്ക് കൊണ്ടുവരരുത് എന്ന് കൃത്യമായ നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. പക്ഷെ നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കുറേ കുട്ടികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അവിടെ നിൽക്കുന്നത് കാണാം. അതായത് കൃത്യമായൊരു സംഘാടനത്തിൽ വലിയ പിഴവുണ്ടായി എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.